ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റജൻ കിച്ചൻ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവടയാണ്. നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോകാം. ഇതിനു വേണ്ടി 1 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഉഴുന്ന് ആദ്യം തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ വെക്കണം. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് ഊറ്റി വെക്കണം. ഇപ്പോൾ ഇത് ഊറ്റി വെച്ചിരിക്കുന്നതാണ്. ഇതിനെ ഒരു മിക്സിയുടെ ജാറിലിട്ട് കുറേശ്ശെ ആയിട്ട് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിൽ ഒന്നിച്ച് അരച്ചെടുക്കരുത്, അപ്പോൾ ഒന്നാകെ അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേമാതിരി അരച്ചെടുക്കുമ്പോൾ മിക്സി തീരെ ചൂടാകാൻ പാടില്ല. ഇനി അരച്ചെടുക്കുമ്പോൾ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1 ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. വെള്ളം ഏറരുത്, അപ്പോൾ വട ശരിയാവില്ല. ഇതിനെ അരച്ചെടുക്കാം. ഇതേമാതിരി കുറേശ്ശെയായിട്ട് അരച്ചെടുക്കാം. ഇതേമാതിരിയുള്ള കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാൻ. നമ്മൾ കയ്യിലൊന്ന് ഉരുട്ടിയെടുക്കുമ്പോൾ ഉരുട്ടാൻ പറ്റുന്ന വിധത്തിൽ ആകണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അരിപ്പൊടി അധികമാകാൻ പാടില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 4 മണിക്കൂറോളം ഫെർമെൻറ്റേഷൻ വെക്കാം. അപ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് നമുക്ക് ഉഴുന്നുവട കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. ഒരു സവാളയുടെ പകുതി വേണം, കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് നുറുക്കിയത്, കറിവേപ്പില, 1 സ്പൂൺ കുരുമുളക് തരുതരുപ്പായി പൊടിച്ചത്. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞു. ഉഴുന്നൊക്കെ നന്നായിട്ട് കുറച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് സവാള കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുരുമുളക് തരുതരുപ്പായി പൊടിച്ചത് ചേർക്കാം. കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക്, ഇഞ്ചി എന്നിവ ചേർത്ത് കൊടുക്കാം. അടുത്തത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് സാമ്പാർ മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ വടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഉള്ളിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ വട പെട്ടെന്ന് റെഡിയാക്കി എടുക്കണം, അല്ലെങ്കിൽ മാവ് ലൂസാക്കാൻ തുടങ്ങും. അതുകൊണ്ട് വട ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇനി ഒരു കടായി അടുപ്പിൽ വെക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വട മുങ്ങത്തക്ക രീതിയിൽ വേണം ഓയിൽ ചേർത്ത് കൊടുക്കാൻ. ഇനി 2 കൈയും ഒന്ന് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് മുക്കണം. അതിനുശേഷം മാവ് എടുത്തിട്ട് ഇതേമാതിരിയിൽ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. അതിനുശേഷം കൈവിരൽ കൊണ്ട് ഒരു കുഴി ഉണ്ടാക്കാം. എന്നിട്ട് പതുക്കെ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ട്. വളരെ ക്രിസ്പിയാണ്, അതേമാതിരി തന്നെ ഉള്ള നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നമുക്ക് പുറത്ത് കിട്ടുന്ന മാതിരി തന്നെ നമുക്ക് വീട്ടിലും ഇത് ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ. ഇനി അടുത്ത ബാച്ചും ഇതേമാതിരി തന്നെ തയ്യാറാക്കി എടുക്കാം. ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് ലൂസ് ആവുകയാണെങ്കിൽ മാവ് കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ അത് സെറ്റായി കിട്ടിക്കോളും. ഇനി വടയുടെ കൂടെ കഴിക്കാൻ ഒരു ചമ്മന്തി കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് നാളികേരം എടുക്കാം. ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നീട് അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു 3-4 കാന്താരി മുളക് ചേർക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 3 വെളുത്തുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഫൈനായിട്ട് അരക്കരുത്, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അങ്ങനെ വടയുടെ കൂടെ കഴിക്കാനുള്ള ചമ്മന്തി കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഓൾ എന്ന ഐക്കൺ കൂടി പ്രസ് ചെയ്തേക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.